ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് കോർപ്പറേഷൻ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ CSEB എക്സാമിന് കോർപ്പറേഷൻ വളരെ എളുപ്പമുള്ള ഒരു ഏരിയ ആയിരുന്നു. നമ്മളുടെ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരാഫെഡ്. കേരാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഏത് ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തത്, അതിൻ്റെ പിന്നിൽ ഉള്ള കമ്മീഷൻ എന്താണ്, അല്ലെങ്കിൽ കമ്മിറ്റി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്ത ഇയർ എന്നാണ്, പിന്നെ അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്ട്സ് ഒക്കെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കേരാഫെഡിൻ്റെയാണ് ചോദിച്ചത്. കേരാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരാഫെഡ് തിരുവനന്തപുരമാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് വാസ് ഫോംഡ് ഇൻ. SC/ST ഫെഡ് എന്നാണ് ഫോം ചെയ്തത് എന്നാണ്, ഇയർ ആണ് ചോദിച്ചത്. 1981 SC/ST ഫെഡറേഷൻ ഫോം ചെയ്തത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹു വാസ് എ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അറ്റ് ദ ടൈം ഓഫ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ഇൻ കേരള. കേരളത്തിൽ ഇതൊക്കെ PYQ ആണ്. കേരളത്തിൽ ആദ്യ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ നടന്ന സമയത്ത് സഹകരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ്. ബേബി ജോൺ ആയിരുന്നു ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ പീരീഡിൽ നമ്മളുടെ കോർപ്പറേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബേബി ജോൺ ആണ് ആൻസർ. ഇത് PYQ ആണ്. നെക്സ്റ്റ്, ദ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമ്മളുടെ ആ ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ, ഓഡിറ്റ് വിങ്ങിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ ആരാന്നുള്ളതാണ്. ജോയിന്റ് ഡയറക്ടറാണ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, അല്ലെങ്കിൽ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ്, കേസ്കാർഡ് ബാങ്ക് കീപ് സിങ്കിങ് ഫണ്ട് ഫ്രം. കേസ്കാർഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു ചോദ്യം മുന്നേ പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. കേസ്കാർഡ് ബാങ്ക് കീപ് സിങ്കിങ് ഫണ്ട് ഫ്രം എന്തിൽ നിന്നാണെന്നാണ് നമുക്കറിയാം, ലോൺ റിക്കവറിയിൽ നിന്നാണ് കേസ്കാർഡ് ബാങ്ക് സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേസ്കാർഡ് ബാങ്ക് കീപ് സിങ്കിങ് ഫണ്ട് ഫ്രം ലോൺ റിക്കവറി. കേസ്കാർഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, കേസ്കാർഡ് ബാങ്ക് ഫോം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കേസ്കാർഡ് ബാങ്ക് ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ട്രസ്റ്റി ആരാണ്, ഗ്യാരണ്ടർ ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് സിങ്കിങ് ഫണ്ട് എന്തിൽ നിന്നാണ് കീപ്പ് ചെയ്യുന്നതെന്നാണ്, ലോൺ റിക്കവറിയിൽ നിന്നാണ്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് അറോസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി ഈസ് നോൺ ആസ്. ഇത് നമ്മളുടെ പുതിയ മൊഡ്യൂളിൽ നിന്ന് വന്നതാണ്. മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പയറിങ് പീപ്പിൾ ടു ഡു വർക്ക്. വർക്ക് ചെയ്യാൻ ആളുകൾ എന്താണ് ഇൻസ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് അറോസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ആക്ടിവിറ്റീസ് നോൺ ആസ് എന്താണ്? മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ്, ദ ഫണ്ട് ഫോംഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റി ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ഹാൻഡ്ലൂം സൊസൈറ്റി ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി കീപ്പ് ചെയ്യുന്ന ഫണ്ട് ഏതാണെന്നാണ്? ത്രിഫ്റ്റ് ഫണ്ടാണ്. ത്രിഫ്റ്റ് ഫണ്ടാണ് ഹാൻഡ്ലൂം സൊസൈറ്റി ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മാറിപ്പോകാൻ സാധ്യത ഉള്ളതെന്നാണ് ത്രിഫ്റ്റ് ഫണ്ടും സെസ് ഫണ്ടും. അത് കറക്റ്റ് അതിൻ്റെ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കുക. നെക്സ്റ്റ്, അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലെ അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഏതാണെന്നാണ്. നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ റൂൾ 15 പ്രകാരമുള്ള 13 ടൈപ്പ് സൊസൈറ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അപ്പെക്സ് ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ഏതാണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്നതിൽ റബ്ബർ മാർക്കാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്തും നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്, കോപ്പറേറ്റീവ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അറിയപ്പെടുന്നത് DR ഗാഡ്ഗിലാണ്. എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊന്നാണ്. DR ഗാഡ്ഗിലിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ആരുടെ ഇതാണെന്നുള്ളതാണ്. അത് DR ഗാഡ്ഗിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള സ്ട്രോങ് സപ്പോർട്ടർ ആയിരുന്നു VL മേത്ത. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ളത് DR ഗാഡ്ഗിലാണ്. നെക്സ്റ്റ്,
ഡാഷ് ഈസ് എ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാന്നാണ്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈസ് റെപ്കോ ഹ്വാറ്റ്? റെപ്കോ ഹ്വാറ്റ് എന്ന് പറയുന്നത് ഏത് തരം പ്രോഡക്റ്റ് ആണെന്നാണ്? വുഡ് പ്രോഡക്റ്റ് ആണ്. അതായത് റെപ്കോന്റെ വുഡ് പ്രോഡക്റ്റ് ആണ് റെപ്കോ ഹ്വാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഈസ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബുക്സും അതുപോലെ തന്നെ ജേണല് അതൊന്നൊക്കെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് റോബോട്ടോവന്റെ ബുക്കാണ്. റോബോട്ടോവനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് റോബോട്ടോവൻ എന്നും അയാളുടെ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻസും ഒക്കെ പഠിക്കാനുണ്ട്. റോബോട്ടോവന്റെ ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മേഖലയിൽ 2025 പുതിയ 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡും. അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നടക്കാറുള്ള CSEB പരീക്ഷയുണ്ട്. അപ്പോൾ ഈ 3 പരീക്ഷയ്ക്കും യോഗ്യത എന്താണ്? ഒരേ യോഗ്യതയാണ്. സാധാരണ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പഠനം കൊണ്ട് ഈ ഒരു 3 പരീക്ഷയും നമുക്ക് എന്താണ് നല്ല വിജയം നേടാൻ പറ്റും. അപ്പോൾ അതിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ ഒരു 2026 നമുക്ക് പരീക്ഷ ഉണ്ടാവുക. ആ പരീക്ഷ ടൈം ആകുമ്പോഴത്തേനും കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റും അതുപോലെ JCI ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡും പരീക്ഷ എങ്ങനെ ടോപ്പിക് വൈസ് പഠിച്ച് നമുക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുന്നൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. നമ്മളുടെ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മോഡൽ എക്സാംസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നമ്മൾ CCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബോട്ട് നമ്പർ 8921440580 ആണ്. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഒരേ സിലബസിൽ വരുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ നമ്മളുടെ കോർപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്ത ഉദ്യോഗാർത്ഥികളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താം എന്നുള്ളതൊക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ചിലവഴിക്കുന്ന നിങ്ങളുടെ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. കാരണം നമ്മളുടെ ലൈഫ് സെക്യൂർ ആക്കാനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ബാച്ചിൽ നിങ്ങൾ മടിച്ചു നിൽക്കാതെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ CSEB എക്സാമിന് റീസെൻ്റ്ലി നടന്ന CSEB എക്സാമിന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ ചോദ്യങ്ങളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു 2 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു സ്റ്റഡി പാറ്റേൺ എന്ന് പറയുന്നത് PYQസും അതുപോലെ തന്നെ നമ്മളുടെ സബ്ജക്റ്റിൽ ഊന്നിയിട്ടുള്ള നമ്മളുടെ സബ്ജക്റ്റ് കറക്റ്റായിട്ട് നമ്മളുടെ സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. സാധാരണ മേഖലയിലെ പരീക്ഷ നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്